ഹലോ, എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് സ്കിൻ കെയർ വീഡിയോ ആണ്. നിങ്ങൾ പലർക്കും താല്പര്യമില്ലാത്തൊരു സബ്ജക്റ്റാണ് സ്കിൻ കെയർ വീഡിയോ. അപ്പോൾ ഇന്ന് നമുക്ക് എന്തായാലും ഇന്നൊരു സ്കിൻ കെയർ കാണാം. കാരണം ഇത് ഇഷ്ടപ്പെടുന്ന കുറച്ച് ആൾക്കാരുണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണിത്. അപ്പോൾ ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ഒരു അടിപൊളി ഫേസ് പാക്കാണ്. നമ്മുടെ സ്കിന്നിലുണ്ടാകുന്ന സൺടാൻ, അതുപോലെ തന്നെ പിഗ്മെൻറ്റേഷൻ, അൺഈവൻ ആയിട്ടുള്ള സ്കിൻ ടോൺ, ഇതൊക്കെ മാറ്റി നമ്മുടെ സ്കിന്നിനെ നല്ലപോലെ ബ്രൈറ്റൻ ചെയ്യിക്കാനും നല്ലൊരു ഗ്ലോ തരാനും അതുപോലെ തന്നെ ഈവൻ ടോൺ ആക്കാനും പിന്നെ റെഗുലറായിട്ട് യൂസ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ഫേസിലുണ്ടാകുന്ന പിഗ്മെൻറ്റേഷനൊക്കെ മാറ്റിയെടുക്കാനൊക്കെ സഹായിക്കുന്ന വളരെ ഇഫക്റ്റീവായിട്ടുള്ള ഒരു അടിപൊളി ഫേസ് പാക്കാണ്. വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് മതി. നമ്മുടെ വീട്ടിൽ തന്നെ കിച്ചണിൽ അവൈലബിൾ ആയിട്ടുള്ള കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രം വെച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നൊരു ഫേസ് പാക്കാണ്. അപ്പം ഞാനിപ്പോൾ അടുപ്പിച്ച് കുറേ കാലമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഫേസ് പാക്കാണ്. റെഗുലറായിട്ട് ചെയ്യുവാണെങ്കിൽ നല്ല അടിപൊളി റിസൾട്ട് നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ നമ്മുടെ ഈ ഒരു ചാനൽ പുതിയതായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക. എങ്കിൽ മാത്രമേ ഞാൻ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടും. നേരെ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമുക്ക് പാക്ക് റെഡിയാക്കാൻ തുടങ്ങിയാലോ? ഇതിന് നമുക്ക് ഫസ്റ്റ് വേണ്ടുന്ന ഇൻഗ്രീഡിയൻറ്റ് ബീറ്റ്റൂട്ടാണ്. ഇതാണ് നമ്മുടെ പാക്കിൻ്റെ മെയിനായിട്ടുള്ള ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത്. ഞാനിവിടെ ഒരു ഫുൾ ബീറ്റ്റൂട്ട് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്തതായിട്ട് വേണ്ടുന്നത് റാഗി പൗഡറാണ്. ഇപ്പോൾ റാഗി അറിയാലോ, കുവരക് എന്നൊക്കെ പറയും. നമ്മൾ കുട്ടികൾക്കൊക്കെ കുറുക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന സാധനം. ഞാനിവിടെ കുവരകിൻ്റെ പൊടിയാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഒറിജിനൽ കുവരക് വേണമെങ്കിലും എടുക്കാം. മൂന്നാമത്തെ ഇൻഗ്രീഡിയൻറ്റ് ലെമൺ ജ്യൂസ്. ഈ ഫുൾ ലെമൺ ഒന്നും വേണ്ട, നമുക്കിതിലൊരു വളരെ കുറച്ച് പോർഷൻ മാത്രം മതി കേട്ടോ. അപ്പം ലെമൺ. അപ്പോൾ ഈ മൂന്ന് ഇൻഗ്രീഡിയൻസ് മാത്രം മതി നമുക്ക് ഈ പാക്ക് റെഡിയാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ എങ്ങനെയാണ് നമുക്കിത് പ്രിപ്പയർ ചെയ്യേണ്ടതെന്ന് നോക്കാം. ആദ്യം തന്നെ ബീറ്റ്റൂട്ട് എടുത്തിട്ട് അതിൻ്റെ തൊലിയൊക്കെ കളയുക. ഇപ്പം ഞാനിവിടെ ഫുൾ ബീറ്റ്റൂട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഫുള്ളായിട്ട് നമുക്ക് ആവശ്യമില്ല. ബാക്കി വരുന്നത് നമുക്ക് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യാം. അപ്പോൾ ബീറ്റ്റൂട്ടിൻ്റെ ജ്യൂസാണ് നമുക്ക് ആവശ്യം. അപ്പോൾ തൊലിയെല്ലാം കളഞ്ഞിട്ട് ഇത് കട്ട് ചെയ്തിട്ട് എടുക്കുക. എന്നിട്ട് മിക്സിയുടെ ചെറിയ ജാറിലിട്ട് നല്ല പോലെ അരയ്ക്കുക. ഇതിലൊട്ടും തന്നെ വെള്ളം ചേർക്കല്ലോ കേട്ടോ. ഇത് മാത്രം മതി. നല്ല പോലെ അരച്ചിട്ട് അതിൻ്റെ ജ്യൂസ് അരിച്ചെടുക്കുക. ഇനി അതല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് ഗ്രേറ്ററിൽ വെച്ചിട്ട് ഇങ്ങനെ ഗ്രേറ്റ് ചെയ്തെടുത്തിട്ട് അതിൻ്റെ ജ്യൂസ് ഇങ്ങനെ പിഴിഞ്ഞു വേണമെങ്കിലും എടുക്കുക. എങ്ങനെയാണ് നിങ്ങൾക്ക് സൗകര്യം അതനുസരിച്ച് ചെയ്യുക. അപ്പം ഞാൻ ഇവിടെ ബീറ്റ്റൂട്ട് ഇങ്ങനെ മുറിച്ച് വെച്ചിട്ടുണ്ട്. എന്നിട്ടിത് അരിച്ചത് ജ്യൂസ് എടുത്തിട്ടുണ്ട്. നല്ല അടിപൊളി കളറല്ലേ. അപ്പോൾ ഈ ജ്യൂസാണ് നമുക്ക് ആവശ്യം. അപ്പോൾ ഇത് മുഴുവൻ നമുക്ക് വേണ്ട, ബാക്കിയുള്ളത് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യാം. ഇനി നമുക്ക് പാക്ക് റെഡിയാക്കാം. മിക്സിങ്ങിലേക്ക് കിടക്കാം. ആദ്യം റാഗി പൗഡർ. അപ്പോൾ റാഗി പൗഡർ നമ്മുടെ ഞാനിപ്പോൾ ഫേസിലും നെക്കിലും അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കുന്നുണ്ട്. അപ്പോൾ അതനുസരിച്ച് നിങ്ങൾക്ക് ക്വാണ്ടിറ്റി എടുക്കാം. ഈ റാഗി എന്ന് പറയുമ്പോൾ ഇതിൻ്റെ ഗുണത്തെക്കുറിച്ച് ഞാൻ പറയാം. ഈ റാഗി എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ സ്കിന്നിലുണ്ടാകുന്ന സ്കാർസൊക്കെ റിമൂവ് ചെയ്യാനും അതുപോലെ തന്നെ ഡെഡ് സ്കിന്നൊക്കെ റിമൂവ് ചെയ്യാനും സ്കിന്ന് നല്ലപോലെ ഗ്ലോ ആകാനൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ് റാഗി പൗഡർ. അതുപോലെ തന്നെ ഇത് നല്ലൊരു ആൻറ്റി ഏജിങ് ആണ്. സ്കിന്നിലുണ്ടാകുന്ന റിങ്കിൾസ് ഒക്കെ മാറ്റിയെടുക്കാൻ ഹെൽപ്പ് ചെയ്യും. പിന്നെ നമ്മൾ ഇതിനകത്തേക്ക് മിക്സ് ചെയ്ത് കൊടുക്കുന്നത് നമ്മുടെ മെയിൻ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻറ്റ് ബീറ്റ്റൂട്ട് ജ്യൂസാണ്. ഇപ്പോൾ ഈ ബീറ്റ്റൂട്ട് ജ്യൂസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, അതായത് ബീറ്റ്റൂട്ടിനെ കുറിച്ച് പറയണമെങ്കിൽ ഇതിൽ വൈറ്റമിൻ സിയും ആൻറ്റി ഓക്സിഡൻസും ധാരാളം അടങ്ങിയിട്ടുണ്ട്. വൈറ്റമിൻ സി എന്ന് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്കിത് അറിയാം, നമ്മുടെ സ്കിന്നിന് അത്രയും നല്ലതാണ്, അത്രയും ബെനിഫിറ്റ്സ് ഉള്ള ഒരു സംഭവമാണ്. നമ്മുടെ സ്കിന്നിലുണ്ടാകുന്ന റിങ്കിൾസ് ഒക്കെ മാറ്റിയെടുക്കാനും അതുപോലെ തന്നെ സ്കിന്ന് നല്ല ഗ്ലോ ആകാനും നല്ലൊരു ആൻറ്റി ഏജിങ് ആണ്. ഒരുപാട് ഗുണങ്ങളുള്ളൊരു സാധനമാണ് ബീറ്റ്റൂട്ട്. നെക്സ്റ്റ് നമുക്ക് ലെമൺ ജ്യൂസ്. അത് വളരെ കുറച്ച് മാത്രം മതി, ഒരു 1/4 ടേബിൾ സ്പൂണോളം മതി. അപ്പോൾ അതുകൂടെ മിക്സ് ചെയ്തിട്ട് നല്ലവണ്ണം എല്ലാം കൂടെ അങ്ങോട്ട് മിക്സ് ചെയ്തെടുക്കുക. ഈ ലെമണും നിങ്ങൾക്കറിയാലോ, വൈറ്റമിൻ സി ധാരാളം അടങ്ങിയിട്ടുണ്ട്. ഇതെല്ലാം തന്നെ നമ്മുടെ സ്കിന്നിൻ്റെ ഗ്ലോ കൂട്ടാനും സ്കിന്നിന് നല്ലൊരു നല്ലൊരു തിളക്കവും നമ്മുടെ സ്കിന്നിലുണ്ടാകുന്ന റിങ്കിൾസൊക്കെ മാറ്റി നമ്മുടെ സ്കിൻ നല്ല യൂത്ത്ഫുൾ ആയിട്ടിരിക്കാനും ഒക്കെ ഹെൽപ്പ് ചെയ്യുന്ന അടിപൊളി പാക്കാണ്. അപ്പോൾ അത്രയും ഇൻഗ്രീഡിയൻസ് ആണ് നമ്മൾ ആഡ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, ഇനി നമുക്ക് ഫേസ് നല്ലപോലെ കഴുകി ക്ലീൻ ആക്കിയതിന് ശേഷം ഈ പാക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഫേസിലും നെക്കിലും എല്ലാം അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഇതിൻ്റെ കൺസിസ്റ്റൻസി നിങ്ങൾ കണ്ടല്ലോ, ഒരുപാട് ലൂസ് ആവാൻ പാടില്ല, എന്നാൽ ഒരുപാട് തിക്കും ആകാൻ പാടില്ല. ഒരു ക്രീമി കൺസിസ്റ്റൻസിയിൽ റെഡിയാക്കി എടുക്കുക. എന്നിട്ട് ഫേസിൽ ഒലിച്ചിറങ്ങാൻ പാടില്ല. ഓക്കെ, എന്നിട്ട് ഫേസിലും നെക്കിലും എല്ലാം ഇതുപോലെ അപ്ലൈ ചെയ്ത് കൊടുക്കുക. നല്ല അടിപൊളി കളറാണ് കേട്ടോ. നിങ്ങൾ വിചാരിക്കും ഈ കളർ ഫേസിൽ പിടിക്കും, അങ്ങനെയൊന്നുമില്ല. ഞാനത് വാഷ് ചെയ്യുമ്പോൾ നിങ്ങൾക്കത് കാണാം. ഇത് നമ്മുടെ കൈകളിലും ഒക്കെ അപ്ലൈ ചെയ്ത് കൊടുക്കും കേട്ടോ. ഇത് സൺടാനൊക്കെ മാറ്റാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യും. പിന്നെ ഈ ബീറ്റ്റൂട്ട് നമ്മുടെ ബീറ്റ്റൂട്ട് ആണെങ്കിലും റാഗി ആണെങ്കിലും നമ്മുടെ സ്കിൻ എന്തെങ്കിലുമൊക്കെ ഡാമേജസ് വന്നിട്ടുണ്ടെങ്കിൽ അതിനെയൊക്കെ മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് ഇത് ഹെൽപ്പ് ചെയ്യും.
ഇതൊരു 30 മിനിറ്റ് ഫേസിൽ വെച്ചിരിക്കുക. 30 മിനിറ്റിന് ശേഷം വെറുതെ വെള്ളത്തിൽ കഴുകല. സോപ്പൊന്നും ഉപയോഗിക്കില്ല, ഫേസ് വാഷ് അങ്ങനത്തെ സംഭവങ്ങളൊന്നും ഉപയോഗിച്ച് കഴുകില്ല, വെറുതെ വെള്ളത്തിൽ കഴുകിയാൽ മതി. അപ്പോൾ അതേ 30 മിനിറ്റ് കഴിഞ്ഞിട്ട് ഡ്രൈ ആയിട്ടുണ്ട് പാക്ക്, വാഷ് ചെയ്യാം. ഇത് സ്ക്രബ് ചെയ്യണമെന്നില്ല കേട്ടോ, ജസ്റ്റ് ഇങ്ങനെ വെള്ളം ഒഴിച്ചിട്ട് അങ്ങ് കഴുകിയാൽ മാത്രം മതി, ഇങ്ങനെ ഉരക്കിയൊന്നും വേണ്ട. ഓക്കെ, അപ്പോൾ അതേ കണ്ടില്ലേ, ഞാൻ ഫേസൊക്കെ വാഷ് ചെയ്തിട്ട് സ്കിന്നൊന്ന് ബ്രൈറ്റ് ആയിട്ടുണ്ട്. ഇതിൻ്റെ റിസൾട്ടായിട്ട് നിങ്ങൾ കൂട്ടുണ്ടാവും. അതിപ്പോൾ നമ്മൾ എന്ത് ഫേസിൽ ഇട്ടിട്ട് ഇപ്പോൾ ജസ്റ്റ് ഒരു ഫേസ് വാഷ് ഉപയോഗിച്ചിട്ട് കഴുകി കളഞ്ഞാലും മുഖമൊന്നുമില്ല, ബ്രൈറ്റ് ആവും. പക്ഷേ നമ്മളിത് റെഗുലറായിട്ട് ചെയ്യുകയാണെങ്കിൽ ഇതിൻ്റെ ബെറ്റർ ആയിട്ടുള്ള റിസൾട്ട് നമുക്ക് കിട്ടും. ഇത് ആഴ്ചയിൽ ഒരു ദിവസം ഇടവിട്ടിട്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഫേസ് പാക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ? അപ്പോൾ റെഗുലറായിട്ട് ചെയ്യണം, എങ്കിൽ മാത്രമേ റിസൾട്ട് കിട്ടത്തുള്ളൂ. പിന്നെ ഇത് കഴിവതും നിങ്ങൾ രാത്രി കിടക്കുന്നതിന് മുന്നേ ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക. അല്ലെങ്കിൽ വീട്ടിൽ നിൽക്കുന്ന സമയത്ത് നിങ്ങൾ ഇത് ചെയ്തിട്ട് പിന്നെ പുറത്തേക്ക് പോകാനില്ലേ, അല്ലെങ്കിൽ പുറത്തൊക്കെ പോയിട്ട് വന്നിട്ട് അപ്ലൈ ചെയ്യാം. കഴിവതും വീട്ടിലാണ് നിൽക്കുന്ന സമയത്ത് അല്ലെങ്കിൽ രാത്രി ടൈമിലുമൊക്കെ ഇത് യൂസ് ചെയ്യാം. പിന്നെ നമ്മൾ ഈ ഒരു ബീട്രൂട്ടിൻ്റെ ആ ഒരു കളർ നമ്മുടെ ഫേസിൽ പിടിക്കുമോ എന്നുള്ള സംശയം നിങ്ങൾക്ക് കാണും. അങ്ങനെയൊന്നുമില്ല. പിന്നെ ഇത് നമ്മൾ ഷീറ്റ് മാസ്ക് ആയിട്ടൊക്കെ യൂസ് ചെയ്യുമ്പോൾ, അതായത് ഈ ജ്യൂസ് മാത്രം എടുത്തിട്ട് നമ്മൾ ഷീറ്റ് മാസ്ക് ആയിട്ട് അപ്ലൈ ചെയ്യില്ല, അങ്ങനെ ചെയ്യുമ്പോഴത്തേക്കും ചിലപ്പോൾ അതിൻ്റെ ഒരു സ്റ്റെയിൻ നമ്മുടെ ഫേസിൽ വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇത് നമ്മൾ പാക്കായിട്ട് മറ്റേ ഇൻഗ്രീഡിയൻസുമായിട്ടൊക്കെ മിക്സ് ചെയ്തിട്ട് യൂസ് ചെയ്യുന്ന കാരണം നമ്മുടെ ഫേസിൽ അതിൻ്റെ ടിൻറ്റ് ആ ഒരു കളർ ടിൻറ്റൊന്നും വരത്തില്ല. അങ്ങനെ നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഞാനിപ്പോൾ ഫേസിൽ അപ്ലൈ ചെയ്തിട്ട് വാഷ് ചെയ്തിട്ട് നിങ്ങൾ കണ്ടില്ലേ, അപ്പോൾ അങ്ങനെയൊന്നും ഉണ്ടാവത്തില്ല. അപ്പോൾ ഈ ഒരു ഫേസ് പാക്ക് വളരെ എഫക്റ്റീവായിട്ടുള്ള ഒരു പാക്കാണ്, അടുപ്പിച്ച് യൂസ് ചെയ്യുക. പിന്നെ ഈ ഒരു ബീട്രൂട്ടിൻ്റെ ജ്യൂസ് എന്ന് പറയുന്നത് നമ്മുടെ ഫേസിൽ ഉണ്ടാകുന്ന പിഗ്മെൻറ്റേഷൻ മാറ്റാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ്. സ്കിന്നിന് നല്ലൊരു ഗ്ലോ തരാനും ഒക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു പാക്കാണ്. ഇത് നമ്മുടെ സ്കിന്നിനെ അങ്ങനെ ഡ്രൈ ആക്കത്തൊന്നുമില്ല കേട്ടോ. ഇപ്പോൾ ലെമൺ ജ്യൂസ് സ്കിന്നിന് അലർജി ആയിട്ടുള്ളവർക്ക് അത് സ്കിപ്പ് ചെയ്യാം, ഓറഞ്ച് ജ്യൂസോ അങ്ങനെ എന്തെങ്കിലും. അതുപോലെ തന്നെ റാഗി പൗഡറിന് പകരം അരിപ്പൊടി വേണമെങ്കിൽ യൂസ് ചെയ്യാം. അപ്പോൾ നിങ്ങളുടെ സ്കിൻ ടൈപ്പ് അനുസരിച്ച് നിങ്ങളിത് എടുക്കുക. മെയിനായിട്ടുള്ള നമ്മുടെ ഇൻഗ്രീഡിയൻറ്റ് ബീട്രൂട്ടിൻ്റെ ഒരു ജ്യൂസാണ്. അത് വളരെ എഫക്റ്റീവായിട്ടുള്ള ഒരു നമ്മുടെ സ്കിന്നിന് വളരെ നല്ലൊരു നാച്ചുറൽ ഇൻഗ്രീഡിയൻ്റ് ആണ്. അപ്പോൾ നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. ചെയ്തിട്ട് നിങ്ങളുടെ കിട്ടിയ റിസൾട്ട് എന്താണെന്നുള്ളത് താഴെ കമൻറ്റ് സെക്ഷനിൽ പറയാൻ മറക്കരുത്. അപ്പോൾ അത്രയുള്ളൂ. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് സെക്ഷനിലാരും മറക്കരുത്. പിന്നെ ഒരു വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.